സംഘപരിവാറിന്റെ തെമ്മാടിത്തരങ്ങൾക്ക് കൃത്യമായ ഉത്തരവുമായി സുപ്രീം കോടതി വരികയാണ്. സുപ്രീം കോടതിയിൽ തർക്കവിഷയങ്ങൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച്, പ്രത്യേക നടപടിക്രമങ്ങൾ ഇവ എത്രയും പെട്ടെന്ന് പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ചീഫ് ജസ്റ്റിസ് BR ഗവായിയെ നോട്ടമിട്ടിരിക്കുകയാണ് RSS. അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെളിവ് സഹിതമാണ്. ചീഫ് ജസ്റ്റിസ് ഇന്നേവരെ നേരിടാത്ത രൂക്ഷമായിട്ടുള്ള വിമർശനവും ഒറ്റപ്പെടലും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ പുറകെ നിൽക്കണം. സുപ്രീം കോടതിയിൽ വിശ്വാസമുള്ള ജനതയാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാന അത്താണി എന്നത് സുപ്രീം കോടതിയാണ്. അതായത് ഈ രാജ്യത്ത് ഒരു പൗരന്റെ മൗലികാവകാശവും അതുപോലെ തന്നെ ഒരു പൗരന്റെ പ്രിവിലേജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഹയസ്റ്റ് ട്രിബ്യൂണൽ എന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയെയാണ് സംഘപരിവാർ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും വിചാരിച്ചാൽ ഇന്ത്യയുടെ നിയമസംഹിതയെ മാറ്റിക്കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി. ഈ രാജ്യത്തെ രാഷ്ട്രപതിക്കുള്ളത് അധികാരമല്ല, പ്രത്യേകമായിട്ടുള്ള പരിഗണന അവർക്കുണ്ട്. ഈ രാജ്യത്തെ തിരഞ്ഞെടുത്ത വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരും അവിടുത്തെ ഗവർണർമാരുമായുള്ള വിഷയത്തിലാണ് സുപ്രീം കോടതി ആദ്യ ചെകിട്ടത്തടി കേന്ദ്ര സർക്കാരിനെ കൊടുത്തത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കിട്ടിയ അടിയായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ വീണ്ടും വീണ്ടും തേജോവധം ചെയ്യാൻ നിരവധി തവണ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയും അതുപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറലും ശ്രമിച്ചിട്ടുണ്ട്. അവർ എന്തിനു വേണ്ടിയാണ് ഇത് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സുപ്രീം കോടതിയെ വെറും നോക്കുകുത്തിയാക്കാനും ഭരണഘടനയിലൂടെ കസ്റ്റോഡിയനായിട്ടുള്ള സുപ്രീം കോടതിയുടെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും എടുത്തുകളയാനും പ്രത്യേക അധികാര പദവികളെയെല്ലാം റദ്ദാക്കാനുമാണ് നരേന്ദ്രമോദി മന്ത്രിസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഓർഡിനൻസുകൾ തയ്യാറാക്കുകയാണ്. പോരാട്ടം നിയമപരമായി മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് നീങ്ങും. പാർലമെന്റ് വലിയ തോതിൽ സ്തംഭിക്കും. ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ രാജ്യത്ത് ഒരു മനുഷ്യന്റെ വോട്ടവകാശം എടുത്തു കളയാൻ എത്ര എളുപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നത് ബീഹാർ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. പല സംസ്ഥാനങ്ങളിലും പിൻവാതിലിലൂടെ BJP അവരുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി വിളിച്ചു പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അക്ഷമരാവുകയാണ് BJP-ക്കാർ. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED TVകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.